ധരണീഗർഭസംഭൂതം വിദ്യുൽകാന്തിസമപ്രഭം കുമാരം ശക്തിഹസ്തം ച മംഗളം പ്രണമാമ്യഹം. കുമാരനും സുബ്രഹ്മണ്യനും ശക്തി എന്ന ആയുധം, വേലെന്ന ആയുധം കൈവശമുള്ളവനുമായ ആ ചൊവ്വയെ ഞാൻ നമസ്കരിക്കുന്നു. ചൊവ്വ പുരുഷരാശിയിൽ സഞ്ചരിക്കുമ്പോൾ നാം ചിന്തിക്കുന്നത് സുബ്രഹ്മണ്യനെയും, സ്ത്രീരാശിയിൽ ഫെമിനൈൻ സൈൻ സ്ത്രീരാശിയിൽ സഞ്ചരിക്കുമ്പോൾ ചിന്തിക്കുന്നത് സാക്ഷാൽ ഭദ്രകാളിയെയും ആകുന്നു. ചാമുണ്ഡി, ഭദ്രകാളി തുടങ്ങിയ തമോമൂർത്തികളെയാണ് ചൊവ്വ യുഗ്മരാശിയിൽ, സ്ത്രീരാശിയിൽ ഫെമിനൈൻ സൈനിൽ നിൽക്കുമ്പോൾ ചിന്തിക്കുന്നത്. പുരുഷരാശിയിലാകട്ടെ ഓജരാശിയിലാകട്ടെ സുബ്രഹ്മണ്യനെയും. 12 രാശികളിൽ 6 രാശികൾ ഓജരാശികളും 6 യുഗ്മരാശികളുമാകുന്നു. ഏതൊക്കെ രാശികളാണ് ഓജരാശികൾ അഥവാ പുരുഷരാശികൾ എന്ന് പ്രിയമുള്ള പ്രേക്ഷകർ അറിയുന്നത്? മേടം, മിഥുനം, ചിങ്ങം, തുലാം, ധനു, കുംഭം. ഈ 6 രാശികളാകുന്നു പുരുഷരാശി അഥവാ ഓജരാശി. ഈ ഓജരാശികളിൽ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ ചൊവ്വ സുബ്രഹ്മണ്യൻ്റെ ഫലത്തെ പ്രദാനം ചെയ്യും. യുഗ്മരാശികളായ ഇടവം, കർക്കിടകം, കന്നി, വൃശ്ചികം, മകരം, മീനം ഈ രാശികൾ സഞ്ചരിക്കുമ്പോൾ സാക്ഷാൽ ചാമുണ്ഡി, ഭദ്രകാളി മുതലായ ദേവതകളെയും നാം ചിന്തിക്കുന്നു. ഇവിടെ ചൊവ്വ സ്വന്തം ക്ഷേത്രമായ മേടത്തിൽ നിന്നും ഇടവൻ രാശിയിലേക്ക് പ്രയാണം ആരംഭിച്ചിരിക്കുന്നു. 45 ദിവസക്കാലമാണ് ചൊവ്വ ഇടവൻ രാശിയിൽ നിൽക്കുന്നത്. ജൂൺ 20 ചൊവ്വയുടെ ഇടവൻ രാശിയിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചു. അത് ഓഗസ്റ്റ് മാസം 2-ാം തീയതി വരെ 43 ദിനങ്ങൾ ചൊവ്വ ആ രാശിയിൽ ഇടവൻ രാശിയിലേക്ക് വരുന്നു. ഇവിടെ ഇടവൻ രാശി ചൊവ്വയെ സംബന്ധിച്ചോളം സുക്ഷേത്രമാണ്. ശുക്രനും ചൊവ്വയും പരസ്പരം സുഹൃത്തുക്കളാണ്. ചൊവ്വാക്ഷേത്രത്തിൽ ശുക്രൻ വന്നാലും ശുക്രക്ഷേത്രത്തിൽ ചൊവ്വ വന്നാലും അല്ലെങ്കിൽ പരസ്പരം ക്ഷേത്രങ്ങൾ മാറി നിന്നാലും പല വിഷയങ്ങളിലും, പ്രത്യേകിച്ച് സ്ത്രീ വിഷയങ്ങളിൽ അത്ര നല്ലതല്ല. ഇവിടെ ചൊവ്വയുടെ ആശ്രയഫലം എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ ശ്രദ്ധിക്കണം. ഇടവരാശിയിൽ ചൊവ്വ നിൽക്കുമ്പോൾ യുവതി ജിതാൻ സുഹൃക്ഷു വിഷമാൻ പരദാരരതാൻ കുഹക സുവേഷ ഭീരു പരുഷാൻ സിതഭേ ജനയേത്. യുവതികൾ തന്നെ ജയിക്കുമെന്നാണ്, അല്ലെങ്കിൽ തനിക്ക് യുവതികളെ ജയിക്കാം. സുഹൃത്സു വിഷമാൻ സൗഹൃദത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. പരദാരരതാൻ അന്യരുടെ സ്ത്രീകളെ ആഗ്രഹിക്കും. ഭീരു പരുഷാൻ വളരെ പരുഷത്തോടുകൂടി പെരുമാറും. പാരുഷ്യത്തോടുകൂടി പരുഷമായി പെരുമാറും. പാരുഷ്യത്തോടുകൂടി പെരുമാറും. ഭീതനാകും. ഇതൊക്കെയാണ് ഇടവൻ രാശിയിലെ ചൊവ്വയുടെ ഫലം. അതിനാൽ നാം മേടം മുതൽ 12 രാശിക്കാരുടെയും ഇടവൻ രാശിയിലേക്കുള്ള ചൊവ്വയുടെ 43 ദിവസത്തെ പ്രയാണം എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയത്തെ ചർച്ച ചെയ്യുന്നു. പ്രിയമുള്ള പ്രേക്ഷകർ ശ്രദ്ധിക്കുക. അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചതയം പുരുരുട്ടായി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക. ഇവിടെ ചൊവ്വ നിൽക്കുന്നത് 4-ാം ഭാവത്തിലാണ്. 4-ാം ഭാവം ശുഭഗ്രഹങ്ങൾക്ക് വളരെ നല്ലതാണ്. പാപഗ്രഹങ്ങൾക്ക് 4-ാം ഭാവം അത്ര നല്ലതല്ല. വിസുഖ പീഡിതമാനസ ചതുർത്ഥേ, സുഖവും സ്വസ്ഥതയും നശിക്കുക. പീഡിത മാനസം വിശ്വസ, അങ്ങേറ്റം പീഡിപ്പിക്കപ്പെടുന്ന മനസ്സോടുകൂടി ഇരിക്കുക. അതിനാൽ പലപ്പോഴും സുഖം, സ്വസ്ഥത ഗാർഹിക ജീവിതത്തിൽ വളരെയധികം കുറയും. ഇവിടെ ചൊവ്വ 2 ഭാവങ്ങളുടെ അധിപനാണ്. കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചോളം അവരുടെ 10-ാം ഭാവാധിപനാണ്, കർമാധിപനാണ്. ഇവിടെ കർമാധിപനായ ഗ്രഹം കർമ്മഭാവത്തിൽ നോക്കുന്നുണ്ട്. പലപ്പോഴും തനിക്ക് എന്ത് ചെയ്യാം, ചില അംഗീകാരങ്ങൾ അധികാരികൾ തരാൻ സാധ്യതയുണ്ട്. കാരണം കൃപാ വസ്ത്രഭൂമിർ ലഭേദ ക്ഷമാപാത്, രാജാവിൽ നിന്നും കൃപാ കടാക്ഷങ്ങൾ, വസ്ത്രഭൂമി, വസ്ത്രം ലഭിക്കുക, അധികാരത്തെ സൂചിപ്പിക്കുന്നു, ഭൂമിലാഭം ഉണ്ടാവുക. ഇതിനൊക്കെ ചൊവ്വ നല്ലതാണ്. പക്ഷേ 4-ാം ഭാവത്തിൽ ചൊവ്വ വന്നാൽ സൗഹൃദങ്ങൾക്ക് വളരെയധികം വില കൽപ്പിക്കേണ്ടി വരും. യഥാ ഭൂസുത സംഭവേ തുര്യഭാവേ തഥാഗ്രം ഗഹ സ്വാനുകൂല ജനാനാം. 4-ൽ ചൊവ്വ നിൽക്കുമ്പോൾ എങ്ങനെ മറ്റ് ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുകയില്ലെന്നാണ് പറയുന്നത്. സഖാകിന്ന ശത്രുയതേ സൽകൃതോപി, താൻ സൽക്കരിച്ച സുഹൃത്ത് തന്നെ ശത്രുവാകും. അതിനാൽ സൗഹൃദങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കണം. സൗഹൃദങ്ങൾ വളരെ പെട്ടെന്ന് പിരിഞ്ഞു പോകും, പൊട്ടിപ്പിരിയുക. പെട്ടെന്ന് തന്നെ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലൊക്കെ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്ന മാസമാണ്. വളരെ ശ്രദ്ധിക്കുക. നിർബന്ധമായും ധർമ്മദൈവ സങ്കേതത്തിൽ പോകണം. അവിടെ വിളക്കിലേക്ക് എണ്ണതിരി സമർപ്പിക്കുക. അപ്രകാരം ധർമ്മദൈവങ്ങൾ അനുഗ്രഹം വാങ്ങുക. അതിലൂടെ തനിക്ക് ശ്രേയസ് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വാഹന വിഷയം ശ്രദ്ധിക്കണം. ഇവിടെ ചൊവ്വ 4-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ പല സൗഹൃദങ്ങളും, തമാശക്ക് തുടങ്ങിയ സൗഹൃദങ്ങളിൽ പെട്ടെന്ന് ഗൗരവം വരിക, പെട്ടെന്ന് പ്രണയത്തിൽപ്പെടുക, അതിലൂടെ മാനസികമായ പ്രയാസങ്ങൾ ലഭിക്കുക.
അനുഭവിക്കുക തുടങ്ങിയതൊക്കെ സംഭവിക്കാൻ ഏറ്റവും സാധ്യതയുള്ള സമയമാണ്. വളരെ ജാഗ്രത പാലിക്കുക. ഫ്രണ്ട്ഷിപ്പിന് വളരെ പ്രാധാന്യം കൊടുത്തില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകൾ വരുമെന്ന് പ്രത്യേകിച്ച് പറയട്ടെ. നന്ദി, നമസ്തേ.